പൊടി നല്ല പൊടി അതാണ് ഞാൻ വിചാരിച്ചു. ഇതുവരെ എന്നെ പൊടിയെന്ന് വിളിച്ചിട്ടില്ല. പൊടിന്ന് വിളിച്ചിട്ടില്ല, നിന്നോട് ദേഷ്യപ്പെടാറില്ല. എപ്പോഴും ഇഷ്ടം മാത്രമല്ല ഉള്ളൂ എനിക്ക്. പക്ഷേ ഇച്ചായ ഇന്ന് അവിടെ ആ ഇതൊക്കെ നടന്നപ്പോഴേ ഇച്ചായ മൈക്കിൽ കൂടെ എന്തൊക്കെയാ വിളിച്ച് പറഞ്ഞത്? മൈക്കിൽ അന്തസ്സായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എനിക്ക് എന്റെ ഭാര്യയുടെ ദേഷ്യം, പക, വിദ്വേഷം ഇങ്ങനെയുള്ള ഒരു വികാരം ഉണ്ടാകുന്നത് ഞാൻ നല്ല അന്തസ്സായിട്ട് ഞാൻ പറഞ്ഞു. ഇങ്ങനെയുള്ള വികാരങ്ങൾ ഇല്ലാതെ ഇടവക്കാർ കേൾക്കാൻ നിങ്ങൾ വിളിച്ച് പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഈ റിംഗോണല്ലേ വേറെ റിംഗോണല്ലേ ഇത്? മെമ്പറാ വിളിക്കുന്നത്. മെമ്പർ. ഹലോ ഹലോ, വിളിച്ചല്ലേ? ആ മെമ്പറെ എന്തേ രാത്രി വിളിച്ച? ചുമ്മാ തരിപ്പ് തോന്നിപ്പോ വിളിച്ചതാണ്. എന്താ മെമ്പറെ? അത് ഉറങ്ങിയായിരുന്നോ? ഇല്ല, ഉറങ്ങിയില്ല. ഉറങ്ങാൻ പോവായിരുന്നു. പറ. അത് പിന്നെ ഈ നമ്മുടെ പഞ്ചായത്തിലെ ആദ്യത്തെ പ്രസവത്തില് 6000 രൂപ കൊടുക്കുന്നുണ്ട്. ഒന്ന് ട്രൈ ചെയ്യാൻ പാടില്ലായിരുന്നോ? ആയ കാലത്ത് ഒരുപാട് പേര് പല പല ഓഫറും കൊണ്ട് എന്റെ പുറകെ നടന്നതാ. അന്നൊന്നും വീഴത്തില്ല. എന്നിട്ടാണോ ഈ 6000 രൂപയ്ക്ക് ഞാൻ വീഴുന്നത്? വെച്ചിട്ട് പോയ മെമ്പറെ. ഞാൻ പറഞ്ഞ സെൻസ് മാത്രമേ കേട്ടോ. പക്ഷെ മെമ്പർ അടിച്ച നിങ്ങൾ ബമ്പറടിച്ച് എങ്ങാണ്ട് പോയൊരു ബമ്പർ എന്റെ തലയെ വന്ന് അടിച്ചു. കിട്ടുന്ന പോലെ തലയെ വന്ന് അടിച്ചു. നിങ്ങൾ എന്താ അങ്ങനത്തെ വർത്താനം പറയുന്നത്? എന്താ പറയാത്തത്? എനിക്കെന്താ ഒരു കുറവ്? പാവക്കാട് ഒരു മുഖം പോലെ പേടിക്കാതിട്ട് പോകുന്ന കയറിയത്. ഇങ്ങനെ കാര്യം മനസ്സിലാക്കും. കല്യാണത്തിന് മുമ്പ് നാട്ടുകാർ മൊത്തം തന്നെ വിളിച്ചോണ്ടിരുന്നത് അഭിഷേക് ബച്ചൻ അതറിയോ? അങ്ങയുടെ പിതാവായ അമിതാഭ് ബച്ചന്റെ ക്രിമിനൽ കാരണമാണ് നമ്മൾ ഈ 350 രൂപയുടെ വാടക വീട്ടിലേക്ക് ഈ ഐശ്വര്യ റായിയെ കൊണ്ട് അങ്ങ് പോകുന്നതെന്ന് ഓർത്താൽ കൊള്ളാം. അതൊക്കെ ശരിയാണ്. അച്ഛനൊക്കെ ചില പ്രശ്നമുണ്ട്. നാശത്തിൽ ഇറങ്ങി പോയാൽ വഴി പറ്റും. ഞാൻ പോയി നിങ്ങൾക്ക് ഒരു വിഷമമില്ല. ഒരു കുഴപ്പമില്ല. നീ പോയി ചത്താലും എനിക്കൊരു കുഴപ്പമില്ല. ഇത്രയും നാളെ നിങ്ങൾ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഇതിപ്പോ ഞാൻ ചത്താലും കുഴപ്പമില്ല. നീ ചത്താലും കുഴപ്പമില്ല. ഞാൻ ചാവില്ല. പുറത്തുമാർക്കാണ് തുടങ്ങുക. എങ്ങനെയാണ് മോഷണം നടക്കാതിരിക്കുന്നത്? പിന്നെ കല്യാണമാകുന്നു. ഒരു ഫോൺ. ഹലോ. അയ്യോ അയ്യോ അയ്യോ, ഒരു കൂട്ടുകാരൻ വിളിച്ചതാ. അളിയൻ മരിച്ചു. അതൊരു കാര്യത്തിനുണ്ട്. ഇനിയിപ്പോ തിരിച്ചു പോകണ്ടേ? ഇനിയിപ്പോ നമുക്ക് തിരിച്ചു പോകാം. ഇന്നത്തെ പരിപാടി നിർത്തും. പക്ഷെ അങ്ങനെ പോകാൻ പറ്റുമോ? അളിയൻ മരിച്ചതല്ലേ? ഈ ശബദാനത്തേക്ക് ഒരുപാട് ചെലവുണ്ടല്ലേ? അത് എന്ത് തിരിച്ചു പോകും? ഹലോ. എന്നെ പറ്റിയത് പെങ്ങളാണ് വിളിച്ചത്. അവരുടെ ഭർത്താവ് മരിച്ചത്. ദൈവമേ, മരണം കിട്ടി ഊരാന് പറ്റി വരികയാണല്ലോ. കൂട്ടുകാരെ അളിയൻ മരിച്ചെന്ന് പറഞ്ഞു. അവരുടെ ഭർത്താവും മരിച്ചു. ഇത് ഒന്നല്ലേ? ശരിയാണല്ലോ. എന്നാലും സാധാരണ കാപ്പല് വെക്കാം. കൃത്രിമമാണ്. എന്തായി
നടക്കൂ ഇങ്ങനെ തിരിച്ചു പിടിച്ച കാര്യമില്ല. ഞാൻ ഭാര്യ ഇപ്പൊ കിട്ടിയതേ ഉള്ളൂ. ഞാനൊന്ന് പഠിക്കട്ടെ. നമ്മൾ എന്തിനാ ഇവിടെ വന്നേ? ആ ശരി, വൈദ്യം നോക്കിക്കൊണ്ടിരിക്കാം. ഞാൻ നോക്കിയത് കാല് പിടിച്ചല്ല പൊരുസൂരാണ്. ഞാനേ കണ്ടുള്ളൂ. ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് ശരി, ഇത് ബാലാമണിയുടെ വീടായിരുന്നു. ബാലാമണി വീടല്ലല്ലോ, ഇത് റിംഗോണ. ഹലോ, മൂന്നാളും ചുമ്മാ അറഞ്ചം പറഞ്ഞു. ശബ്ദം കേട്ടു. ആ അതെ, അത് അരിച്ചു കഴിക്കും നമ്മൾ. ഇങ്ങനെ കണ്ടുപോലെ ഒരു മാച്ചിലില്ല. പാലപ്പത്തിൽ ബീഫ് ഫ്രൈ പോലെ ഇട്ടേക്കുന്നു. ഞാനൊന്ന് കുടിക്കട്ടെ. ഞാൻ കുടിക്കാം. ആശാനെ, ഞാൻ സാധാരണ പാല് കുടിച്ചിട്ടാ മോഷ്ടിക്കാൻ പോകാറ്. അങ്ങനല്ല, ഞാൻ പറയുന്നത് കേക്ക്. അതെ, ഞാൻ പകുതി കുടിച്ചിട്ട് പകുതി നിരക്കില്ല. ഞാൻ ആശാന്റെ ഭാര്യ. ഇവിടെ ചെയ്താൽ ഞാൻ ഇങ്ങനെ ഒരു സെക്കൻഡ് വരെ. ഇങ്ങനെ വേണം. എല്ലാ വീട്ടിലും ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. പാലിന്റെ കൂടെ ബില്ലും. പാല് കുടിച്ച വഴി ബില്ലും. ഇത്രയും പറ്റിയ വീട്ടില് ഇച്ചീച്ചി ഇച്ചീച്ചി ഇച്ചിച്ചി അല്ലടാ, ഇച്ചായൻ. ഇച്ചായൻ അറിയില്ല. ഇത്രയും നാൾ എന്നോട് എന്റെ ഇച്ചായൻ വഴക്കിട്ടിട്ടില്ല. പക്ഷെ ഇന്നത്തെ സംഭവം എനിക്ക് സഹിക്കാവുന്നതിനും അപ്പുറത്താണ്. അതുകൊണ്ട് ഞാൻ മരിക്കാൻ തീരുമാനിച്ചു. പാലിൽ വിഷം കഴിച്ച് ഞാൻ മരിക്കും. ഇച്ചായൻ ഉറങ്ങിയതിനു ശേഷമേ ഞാൻ കുടിക്കൂ. കാരണം എന്റെ ഇച്ചായൻ ഉണർന്നാൽ എന്നെ രക്ഷിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് ഞാൻ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നു. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിക്കാം എന്നും മേഴ്സി. അത് ആസ്വദിച്ചിരിക്കണം. ചുമ്മാ തമ്മിൽ കൊടുക്കരുത്. ആശാനെ, ആ പാല് നമ്മളല്ല കുടിച്ചത്. അതെ, ആവശ്യത്തിന് വാളം തരത്തില്ലല്ലോ. ഞങ്ങൾ വിഷം കഴിച്ചു. വിഷം കഴിച്ചോ? വിഷം കഴിച്ചു. എവിടുന്ന്? ഈ വീട്ടിൽ വിഷം കഴിച്ചു. ഈ വീട്ടിൽ വിഷം കഴിച്ചോ? അയ്യോ, പാല് കുടിച്ചോ? പാല് കുടിച്ചു, പാല് അയ്യോ, കുടിച്ചു. ഞാൻ കുടിക്കാൻ വെച്ചത് പാലെന്തിനാ കുടിച്ചത്? ഈ വിഷം കഴിച്ചേ? ഞാൻ ആത്മഹത്യ ചെയ്യാൻ വെച്ചത് പാലായിരുന്നു. ഞാൻ ഇച്ചായനോട് വഴക്കിട്ടല്ലേ എനിക്കിത് ജീവിക്കണം. അങ്ങനെ സ്നേഹം വിഷയത്തല്ലേ ഉള്ളത്. നീ എന്തിനാടി മരിക്കാൻ നോക്കി? ആണ്ടെ, സമയം വന്നു. ഇടോ, നിങ്ങളെന്തിനാ എന്നെ കൊടുത്തത്? ഞങ്ങളിവിടെ മുട്ടിക്കാൻ വന്നു. അപ്പോഴാണ് ഇവിടെ പാലിരുന്നത്. ഈ എണ്ണ ആർത്തി പോലീസിനെ വിളിക്ക്. പോലീസിനെ വിളിക്കുന്നത്. ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോകും. ഇവിടെ കിടന്ന് ഞാൻ നമ്മുടെ മണ്ടയ്ക്ക് ഒരു കാര്യം ഞാൻ ഡോക്ടറെ വിളിക്കും. ചേട്ടാ, ഈ രാത്രിയിലൊക്കെ വിളിച്ച ഡോക്ടർ ഫോൺ എടുക്കോ? അടി രാത്രി 2 മണിയായാലും 3 മണിയായാലും ഡോക്ടറിനെ വിളിക്കുന്ന ആൾക്കാർ നോക്കലിരിക്കുന്നത്. ഒന്ന് വീട്ടാതിരിക്കാൻ ഞാൻ വിളിക്കട്ടെ, ഡോക്ടറിനെ വിളിക്കട്ടെ. ഹലോ ഹലോ, ഡോക്ടറാണോ? അതെ, ഡോക്ടർ സബാട്ടി. ഡോക്ടറെ, ഞാൻ മേഴ്സിയാ. മനസ്സിലായി. ഡോക്ടറെ, അവസാനം എന്റെ ട്രാക്കിൽ തന്നെ വീണു. എന്റെ വാട്സാപ്പ് ചാറ്റ് എങ്ങനെയുണ്ട്? അയ്യോ, ഡോക്ടർ എന്തൊക്കെയാ പറയുന്നേ? ഡോക്ടറെ, ഡോക്ടറിന്റെ വീട് വരെ ഒന്ന് വരുമോ? അയ്യോ, എപ്പ വന്നെന്ന് ചോദിച്ചാൽ മതി. പിന്നെ അടുക്കള വാതിൽ തുറന്നിട്ടേക്കണേ. ഡോക്ടർ ഇതുവരെ ഉറങ്ങിയില്ലായിരുന്നോ?
എന്നാൽ എന്റെ ഉറക്കം പോയില്ലേ തന്നെ കണ്ടാന്ന് മുതൽ കുഴപ്പമില്ല. അല്ലെങ്കിലേ ഞാൻ ഓട് വിളിച്ചിറങ്ങി വന്നോളാം. ഹലോ ഹലോ. ഡോക്ടർ, ആ ഞങ്ങളുടെ വീട് വരെ ഒന്ന് വരണം. എന്റെ ദൈവമേ, പാശ്ചാത്യ സംസ്കാരം കേരളത്തിൽ കൊണ്ടുവരാൻ നോക്കുന്നു. എന്താണ്? ഹലോ, പറഞ്ഞോ. വന്നോടെ അത്യാവശ്യമാണ്, നിങ്ങളൊന്ന് വരണം. ഞാൻ ദാ വരുന്നു. ആ വെളുപ്പില്ല. ഡോക്ടർ എല്ലാവരും കൂടെ ചേർന്നുള്ള എന്താണ് ഈ തിരക്കിനടുത്തുള്ള ഒരു മുണ്ടെടുത്തിട്ട് വന്നിരുന്നത്? അല്ല, മുണ്ടെടുക്കാൻ പറ്റില്ല, സാഹചര്യം അങ്ങനെ ആയല്ലോ. ഞങ്ങൾ വീട്ടിൽ വന്നോ? അപ്പോ നിങ്ങൾക്ക് പാലിനകത്ത് വിഷം കലക്കി കൊടുക്കും. അയ്യോ, വീട്ടിൽ വരുന്നവർക്ക് ഈ സമയത്ത് പാലിനകത്ത് വിഷമാണ് കലക്കി കൊടുക്കേണ്ടത്, ഹോർലിക്സ് കലക്കി കൊടുക്കണ്ടേ ഈ സമയത്ത്? എന്നാലേ പവർ ഉണ്ടാവും. അറിയാതെ വിഷം എടുത്ത് കുടിച്ചാൽ ഡോക്ടർ നോക്കണം. വിഷം എടുത്ത് കുടിച്ചു. വിഷം കഴിച്ചു പോയി ഡോക്ടർ. ആണല്ലേ? രക്ഷിക്കണം ഡോക്ടർ, ഇവിടെ രക്ഷിക്കണം. ആദ്യം പൾസ് ഒന്ന് നോക്കുന്നുണ്ട്. പൾസ് ഞാൻ വെച്ച് പേഴ്സ് നോക്കും. അവിടെ മിറാക്കിൾ സംഭവിച്ചിരിക്കുന്നു. അവരിവിടെ വന്നു. അതല്ല, മിറാക്കിൾ സംഭവിച്ചിരിക്കുന്നു. സ്ലോ പോയിസൺ ആണ്. പക്ഷെ മനസ്സിലായില്ല. പതുക്കെ മരിക്കും. മതി, പതുക്കെ മതി, പതുക്കെ മതി. 10 വർഷം കഴിഞ്ഞിട്ട് മതിയാ മതി. ഞാൻ അതല്ല പറഞ്ഞത്. പതുക്കെ മരിക്കുന്നില്ല. പതുക്കെ മെല്ലെ എവിടെയെങ്കിലും തലയടിച്ച് വീണ് ചാവും. രക്ഷിക്കണം ഡോക്ടർ. എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ തുറന്നു പറയാം. അവസാന ആഗ്രഹം. എനിക്ക് എന്റെ ഭാര്യ ഒന്ന് കാണണം. അവിടെ അങ്ങ് പോയി കണ്ടിട്ട് വരാൻ പറ്റത്തില്ല. അതിനിപ്പം മരിക്കും. അതിനിപ്പം വിളിക്കും. ഫോണിൽ വിളിച്ച് സംസാരിക്കും. ഫോണിൽ വിളിച്ച് സംസാരിക്കും. മിറാക്കിൾ. ഹലോ ലതേ, ഒരു അബദ്ധം പറ്റിയ ഈ മോട്ടിക്കാറ്റുന്ന വീട്ടിൽ പാല് നകത്ത് വിഷം അതറിയാതെ ഞങ്ങളെടുത്ത് കഴിച്ചു. ഞാനിപ്പോ മരിക്കും. എനിക്ക് നിന്നോട് പ്രായശ്ചിത്തം ചെയ്യണം. നിന്നോട് ഒരുപാട് തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. നിന്റെ അനിയത്തിയെ ഞാൻ പ്രണയിച്ചു, നീ അറിഞ്ഞിട്ടില്ല. അങ്ങനെ നിന്നെ ചതിച്ചവനാണ് ഞാൻ, വഞ്ചകനാണ്. ഞങ്ങൾ ബീച്ചിൽ പോയിട്ടുണ്ട്, പാർക്കിൽ പോയിട്ടുണ്ട്. അങ്ങനെ നിന്നെ ചതിച്ചു. ഇത് പറയാമെന്ന് വെച്ചാൽ യഥാർത്ഥ ശാന്തി കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഞാനിപ്പോ പോകുമ്പോഴേ പോകും. ഒക്കെ ലോലിപ്പറ്റ്. മരണമാണ്. ഡോക്ടറെ, ഞാൻ ഈ വിഷം പാലിൽ കലർത്തിയത്. ഈ വിഷവും ഈ വിഷമാണ്. അയ്യോ, ഇത് പട്ടിക്കുള്ള ചെള്ളിയുള്ള മരുന്നല്ലേ ഇത്? ആണോ? ഇതെടുത്ത് എങ്ങനെ വിഷം എന്ന് പറഞ്ഞു? ഇതൊക്കെ ഇതാണ് കഴിച്ചു. ഇത് കഴിച്ചാൽ വേറെ വിഷയമില്ല. ചെറുതായിട്ടൊന്ന് മയങ്ങുള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല കേട്ടോ. ഒരു കുഴപ്പമില്ല. ചെറിയൊരു മയക്കം. നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങൾ രക്ഷപ്പെട്ടു. ഈ വിഷത്തിന് വിഷമില്ല നിങ്ങളാ പറഞ്ഞു. അല്ല, ഇതിന് വിഷമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിഷമില്ല. ഇതിന് വിഷമില്ല. ഞാൻ സുധാകരന്റെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന്. അയ്യോ, സുധാകരന്റെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അമൃതാന്തി ചോദിച്ചു കഴിഞ്ഞാൽ അവൻ വെച്ചു കൊടുത്ത് തരുന്നവൻ അതിൽ വെച്ചോണ്ട് അവനൊരു ബോധമില്ല, പൊക്കണമില്ല. എല്ലാം വെച്ചിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഡോക്ടർ പോയി ചെന്നാൽ യഥാർത്ഥ വിഷം എടുത്തോണ്ട് വരാൻ പറ്റൂ? ഒറിജിനൽ വിഷം എനിക്ക് തരും. എന്നെ പറ്റിക്കാൻ പറ്റത്തില്ല അവന്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പോയി ആ വിഷം എടുത്തോണ്ട് വരും. ഇല്ലെങ്കിൽ വീട്ടിലോട്ട് ചെന്നാൽ അവൾ എന്നെ തല്ലി കൊല്ലും.